നമസ്കാരം. നിയമസഭയിൽ പിണറായിയെ ഇന്ന് അട്ടിമുട്ടി എയറിലാക്കിയായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എണ്ണി മറുപടി കൊടുത്തു എന്ന് മാത്രമല്ല, വിരട്ടൽ ശൈലിയിൽ മാസ് ഡയലോഗ് അടിച്ച് മറുപടി കൊടുക്കാൻ നോക്കിയ പിണറായിയുടെ വാദങ്ങൾ സതീശന്റെ മറുപടിക്ക് മുന്നിൽ ഒന്നുമല്ലാതെയായി മാറുകയായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ബി.ജെ.പിയുടെ കക്ഷി നേതാവ് സംസാരിച്ചപ്പോൾ മറുപടി പറയണമല്ലോ. അസംബ്ലിയിലെ റെക്കോർഡിൽ കിടക്കാണ്. ബഹുമാനപ്പെട്ട ബി.ജെ.പി, അതാണ് നിങ്ങളല്ല, നേതാവ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം, പറഞ്ഞു 63 സീറ്റുമായിട്ട് കോൺഗ്രസ് വന്നിരിക്കുകയാണ് അധികാരത്തിൽ. 63 സീറ്റ്. ഇത് തമ്മിത്തല്ലി പിളരും, പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. ശരി, 3 നേതാക്കന്മാരാണ് നിങ്ങൾ ജയിച്ചു വന്നത്. നിങ്ങൾ 3 പേരും തമ്മിൽ നല്ല യോജിപ്പാണല്ലോ അല്ലേ? 2 സീനിയർ നേതാക്കന്മാര്, ഒരാൾ 2ാമത്തെ ബെഞ്ചിലും ഒരാൾ 3ാമത്തെ ബെഞ്ചിലും ഇരുത്തിയിട്ടാണ് അങ്ങ് വന്ന് മുൻ സീറ്റിലിരിക്കുന്നത്. ഭയങ്കര യോജിപ്പായതുകൊണ്ടാണല്ലോ, ആണല്ലോ. യെസ് സാർ. പിന്നെ CPM, കോൺഗ്രസിൽ ഭയങ്കര മുഖ്യമന്ത്രി തർക്കമാണ്, കോൺഗ്രസിൽ ഭയങ്കര പ്രശ്നമാണ്. സാർ, ഞങ്ങൾ ഗവൺമെൻറ്റായിട്ട് പോവുകയാണ്. അതൊക്കെ ഉണ്ടാവും, ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്, എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമുള്ളൂ, മനസ്സിലായില്ല. അതൊക്കെ നടക്കും ജനാധിപത്യ പാർട്ടി. നിങ്ങളുടെ പാർട്ടിയിൽ CPM-ൽ എല്ലാം ശാന്തമാണല്ലോ അല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? എന്താ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്തില്ല. പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ, അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ? അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ നടന്നു പോയിട്ടില്ല കേട്ടോ. അതിനെല്ലാം നേരിട്ട് കൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ട് ഇതാ ഇപ്പൊ CPM തകരാൻ പോകുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ ഊഹിച്ച് നിൽക്കണ്ട കേട്ടോ. അല്ല, CPM-ൽ എല്ലാം നന്നായി നടക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ അറിയോ? ഒരു തിരുത്തലും ഇല്ല. ഇതെല്ലാം കറക്റ്റാണ് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ടുള്ള ഞാൻ സംസാരിച്ചോട്ടെ സർ. ഞങ്ങളുടെ കാര്യം നിങ്ങളുടെ MLA-മാർ പറഞ്ഞപ്പോൾ അങ്ങ് എഴുന്നേറ്റ് ഇത് പറഞ്ഞില്ലല്ലോ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെ കിട്ടിയതെന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രി തർക്കത്തെക്കുറിച്ചൊക്കെ LDF അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകോപിതനായില്ലല്ലോ. ഞാൻ പ്രകോപിതനായില്ല, ഞാനത് ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു. സാർ, ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രയേ ഉള്ളൂ. പറയുന്നത് അങ്ങാണ്. അങ്ങെന്ന് പറഞ്ഞാൽ വി.ഡി. സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാനിവിടെ ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടാണ്. അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ആ മറുപടിയാണ് ഞാൻ പറയുന്നത്. ഞാനത് അപ്പുറത്തുള്ള അംഗങ്ങൾ സംസാരിച്ചതിന്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. എൻ്റെ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എൻ്റെ പാർട്ടി, എൻ്റെ മുന്നണിയാണ്. എൻ്റെ പാർട്ടിയെക്കുറിച്ചും എൻ്റെ മുന്നണിയെക്കുറിച്ചും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. സാർ, ഇവിടെ ഗവർണറുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു. ഗവർണർ ആദ്യമായിട്ടാണ് ഇഷ്ടമുള്ള വൈസ് ചാൻസലർ വയ്ക്കുന്നത്. ഗവർണർ ആദ്യമായിട്ടാണ് സെനറ്റിലേക്ക് സ്വന്തം അംഗങ്ങളെ ചേർക്കുന്നത്. ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായി. ബഹളം ഉണ്ടാക്കല്ലേ? കേരളത്തിൽ ആദ്യമായി ഗവർണർ. ഞങ്ങൾ അതിനെ എതിർത്തു. അങ്ങ് ബഹളം ഉണ്ടാക്കല്ലേ? ഞങ്ങൾ അതിനെ ശക്തിയായി എതിർത്തു. ഗവർണറെ പ്രത്യേകമായി യോഗം ലോക്ഭവനിൽ വിളിച്ചപ്പോ ഞങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അപ്പൊ ഗവർണറുടെ സെക്രട്ടറി കത്തയച്ചു. അത് തൃപ്തികരമല്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ഡിസ്പ്ലഷർ, അതൃപ്തി പ്രകടിപ്പിച്ച് തിരിച്ച് കത്തയച്ചു. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭാവിയിൽ പ്ലീസ്, അങ്ങക്ക് ശബ്ദം കൂടുതലാണ്, പക്ഷെ വേണ്ട ബഹളം. ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അയച്ചു. പിന്നെ ഞങ്ങളിത് VB റാംജിയിലെ
ഈ ബജറ്റിൽ ഒരിടത്തും കാണില്ല എന്ന് പറയല്ലോ കേന്ദ്രത്തിനെതിരായിട്ട് ഇല്ലേ? ഓരോ വിഷയത്തിലല്ലേ പറയേണ്ടത്. VB റാംജി കേസ് വന്നപ്പോൾ അതിൽ ഇതുവരെ ഉണ്ടാകാത്ത കോൺട്രിബ്യൂഷൻ കൊടുക്കണം, 40% ആക്കണമെന്ന് പറഞ്ഞു. 10,000 കോടി രൂപയോളം, 2,500-3,000 കോടിയോളം വരികയാണ്. അവിടെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ കേന്ദ്രവുമായി യുദ്ധപ്രഖ്യാപനം, ഞങ്ങളതിനൊന്നുമില്ല. തെറ്റായ കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്താൽ ഞങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനോടില്ല, എല്ലാ കാര്യത്തിലും ഞാൻ വഴങ്ങുന്നില്ല. ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ അതിനെതിരായിട്ട് ഞങ്ങൾ നിലപാടെടുക്കും. തെറ്റായ, അതായത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെതിരായി ഈ ഗവൺമെൻറ്റിനെതിരായി കേന്ദ്ര ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കും. ഞങ്ങൾ എല്ലാ ദിവസവും ഓരോ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ, വൈറ്റ് പേപ്പറിൽ, ബഡ്ജറ്റിൽ എല്ലാ ദിവസവും കേന്ദ്രത്തിനെതിരായി യുദ്ധപ്രഖ്യാപനം. അതല്ല ഞങ്ങളുടെ സമീപനം, അതല്ല. തെറ്റ് പറഞ്ഞാൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെന്ന് നിങ്ങൾ തർക്കിക്കണ്ട. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടേത്. ഞങ്ങളുടേത് വ്യത്യസ്തമായ നയവും ഞങ്ങളുടെ വ്യത്യസ്തമായ സമീപനമാണ്.